നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഈ അധ്യാപക ദിനം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ പഴയ കാലങ്ങളിലേക്കൊന്ന് ഇറങ്ങി പോകുന്ന ദിവസമാണ് അല്ലേ? നമ്മുടെ അധ്യാപകരെ ഓർക്കും, അതുപോലെ തന്നെ സ്കൂൾ ഓർക്കും. സ്കൂളിലെ ആ കാലഘട്ടങ്ങൾ, സംഭവങ്ങൾ, സുഹൃത്തുക്കളെയൊക്കെ ഓർക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അധ്യാപക ദിനം എന്ന് പറയുമ്പോൾ അല്ലേ? ശരിക്കും അധ്യാപകൻ എന്ന് പറയുമ്പോൾ അധ്യാപകനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് ഓർമ്മ വരും. ഏതായാലും ഈ അധ്യാപക ദിനത്തിന് എല്ലാ അധ്യാപകർക്കും സ്നേഹം നിറഞ്ഞ 1000 ആശംസകൾ ഞാൻ പറയണേന്. ഇന്ന് രാവിലെ മോള് സ്കൂളിൽ പോണ നേരത്തെ എന്നോട് ചോദിച്ച് ഒരു റോസാപ്പൂ വാങ്ങിച്ചു കൊടുക്കുമെന്ന് ചോദിച്ച്. അപ്പം ഞാൻ എന്താ മേടിച്ചു തരാം. അപ്പോൾ ആ മോളെയും കൊണ്ട് കടയിൽ ചെന്ന് ഒരു റോസാപ്പൂ തരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തിനാണെന്ന്. അപ്പോൾ ആ പൂക്കടക്കാരൻ ഒരു റോസാപ്പൂ കൊടുത്തിട്ട് അതിൽ 2 ലീഫൊക്കെ വെച്ച് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഭംഗിയായ കവറിട്ടൊക്കെ പൊതിഞ്ഞ് ഒരു ചെറിയ ബൊക്കെ പോലെ ആക്കിയിട്ട് അത് അവൾക്ക് കൊടുത്ത്. അത് അദ്ദേഹം ഒരു പേപ്പറിൽ പൊതിഞ്ഞു കൊടുത്ത്. അവൾ പറഞ്ഞു വേണ്ട, പേപ്പറിലൊന്നും പൊതിയണ്ട, അതൊക്കെ മാറ്റിയിട്ട് ആ കുഞ്ഞു ബൊക്കയും കൈ പിടിച്ച് സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് പോയത്. അതെന്തിനാണ് ആ മക്കൾക്ക് ആ അവളുടെ അധ്യാപകരോടുള്ള ആ ടീച്ചറോടുള്ള സ്നേഹമാണ് ആ ഒരു റോസാപ്പൂവിൻ്റെ രൂപത്തിൽ കൊടുക്കാനുള്ളത് അല്ലേ? ആ ഭംഗി, ആ സുഗന്ധം, അതൊക്കെ അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ മക്കളുടെ സ്നേഹമാണ് പകർന്നു നൽകുന്നത് അല്ലേ? എത്രത്തോളം അധ്യാപകരോട് ആ കുഞ്ഞുമക്കളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഈ സ്നേഹം കിട്ടാൻ ഭാഗ്യം ചെയ്ത അധ്യാപകർക്ക് വീണ്ടും ഒരു ആശംസ അർപ്പിക്കണം. അവർ വലിയ ഭാഗ്യം ചെയ്തവരാണ്. എത്രയോ മക്കളുടെ സ്നേഹമാണ് ഇങ്ങനെ കിട്ടുന്നത് അല്ലേ? പക്ഷെ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേട്ടാ. എൻ്റെ മോള് തന്നെ ഒരു 4 ദിവസം മുന്നേ ഞാനന്ന് വീട്ടിലുണ്ടായിരുന്നു. ക്ലാസ് വിട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ആൾ ഭയങ്കര സങ്കടത്തോടെ വന്നിരിക്കണേ. ബാഗൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് ഒറ്റയിരിപ്പാണ്. അപ്പം ഞാനിങ്ങനെ നോക്കി. അപ്പം ഞാൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഒരു സാറ്, ഏത് സാറാണെന്നോ ഏത് സബ്ജക്റ്റ് എടുക്കുന്നതെന്ന് ഞാൻ പറയാനില്ല കേട്ടോ. ആ സാറ് ഒരു വാക്ക് പോലും പറയാണ്ട് UK പോയി കളഞ്ഞ് അപ്പേന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ അവളുടെ കണ്ണ് നനയാനുണ്ടായിരുന്നു. അവളെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ ഒരു വാക്ക് പോലും പറയാതെ UK പോയപ്പോൾ ആ കൊച്ചിന് ഭയങ്കര സങ്കടമായി പോയി. അപ്പം ഞാൻ പറഞ്ഞു മോളെ, ആ സാറിന് നല്ല ജോലി കിട്ടിയിട്ട് പോയായിരിക്കും, സാറ് രക്ഷപ്പെടട്ടെ. അപ്പോൾ അവൾ പറഞ്ഞ് എങ്കിലും സാറിനൊന്നും പറയാറുന്നില്ലേ. അതാണ് ആ മക്കളുടെ ഉള്ളിലെ അധ്യാപകരോടുള്ള സ്നേഹം. അപ്പോൾ ഈ അധ്യാപക ദിനത്തിൽ ഞാനൊരു കാര്യം പറയാം. പ്രിയപ്പെട്ട അധ്യാപകരെ, ഈ ടീച്ചിങ് ഒരു ജോലിയായിരിക്കാം, ഒരു പ്രൊഫഷനായിരിക്കാം. പക്ഷേ അതിനേക്കാളുപരി കുറേ കുഞ്ഞുമക്കളുടെ ഹൃദയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു സ്നേഹം അതിനകത്തുണ്ട്. ആ സ്നേഹം തിരിച്ചറിയാതെ പോകരുത് ഏട്ടാ. അപ്പോൾ ആ മോളുടെ വേദന അതെനിക്ക് ഈ ആഴ്ച തന്നെ അനുഭവിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയണത്. എന്തായിക്കോട്ടെ, സ്കൂളിൽ നിന്ന് ടീച്ചിങ് നിർത്തി പോയിക്കോട്ടെ, എങ്ങോട്ടായിക്കോട്ടെ, ആ മക്കളോടൊക്കെ ഒന്ന് യാത്ര പറയണം സ്നേഹത്തോടു കൂടി. അതൊക്കെ വലിയൊരു ഓർമ്മയാണ് ഏട്ടാ. അപ്പം ഞാൻ ഈ ദിവസം ഇതും കൂടി പങ്കുവെക്കണേ. അപ്പോൾ ഈ അധ്യാപകരും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും 1000 ആശംസകൾ അധ്യാപകർക്ക് നേർന്നുകൊണ്ട് ചുരുക്കുന്നു. ഓക്കെ.